അൽഹംദുലില്ലാ മാഷാ അള്ളാ. അങ്ങനെ നമ്മൾ ഇന്നൊരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിട്ടോ മറക്കല്. ഇന്നെങ്കിലും എനിക്ക് വീഡിയോ ഇടാനൊരു എനർജി വരുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അത് മറക്കാതെ എന്നിട്ട് വീഡിയോ കാണിട്ടോ. അപ്പോൾ നമ്മളൊരു 3 പഴം, നല്ല അത്യാവശ്യം പോലത്ത പഴമാണ് കേട്ടോ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ലേശം ഒരു പാത്രം എടുത്തു, അതിലേക്ക് ലേശം മൈദ ഇട്ടു. പിന്നെ ഒരു 2 സ്പൂണ് അരിപ്പൊടിയില്ലേ, നമ്മൾ പത്തിരിപ്പൊടി, നൈസ് പത്തിരിൻ്റെ പൊടി, അത് ഒരു 1.5 സ്പൂണ് മതി, അതിട്ടു. പിന്നെ അതിക്ക് പിന്നെ നമ്മൾ അപ്പസോഡല്ലേ, അപ്പക്കാരം പറയും, അത്. പിന്നെ ഇതാണ് കേട്ടോ അപ്പക്കാരം. ലേശം ഒരു ഇതിങ്ങനെ തട്ടണ് കാണുമ്പോൾ തോന്നണം ഒറ്റ പിഞ്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതിട്ടു. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ലേശം പഞ്ചസാര ഇട്ടിന് ഞാൻ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഇട്ടു കേട്ടോ. എന്നിട്ട് ഒന്ന് കുഴച്ചു. പിന്നെ ഞാനിതിലേക്ക് കൂട്ടണത് തൈരാണ് കേട്ടോ. കണ്ടോ, ഒരു 2 സ്പൂണ് മതി തൈര്. ഇനി തൈരിന് പകരം തൈരില്ലാന്നുണ്ടെങ്കിൽ സുറുക്കിയും കൂട്ടിയാൽ മതി കേട്ടോ. ഇതൊരു ടിപ്പാണ് കേട്ടോ. നല്ല പായക്കപ്പൊരി ഉഷാറായി വരാനൊരു, പഴംപൊരി ഉഷാറായി വരാനൊരു ടിപ്പാണ്. ഇത് അപ്പോഴേ മാവ് കൂട്ടിയാണ്ട് അങ്ങനെയും ചൂടായത് ഞാൻ രാവിലെ കൂട്ടിയേക്കണുണ്ട്. പിന്നെ ഞാനിന്ന് പഴം പൊരിക്കണം കയറ്റിങ്ങാണ്ട് കേട്ടോ. അതിന് എന്നിട്ട് നല്ലോണം ഒരു സ്പൂൺ എടുത്തുങ്ങാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ തൈര് തന്നെ വേണമെന്നില്ല, തൈരില്ലെങ്കിൽ ഒരു 2 ഡ്രോപ്പ് പിന്നെ സുർക്ക പറഞ്ഞാലും മതി കേട്ടോ. അടിപൊളിയാക്കും. അങ്ങനെ ഇതുണ്ടോ. പിന്നെ അതിന് വെള്ളം ഒഴിച്ചുങ്ങാണ്ട്, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചുങ്ങാണ്ട് നല്ലോണം ഇളക്കിങ്ങാണ്ട് അവിടെ മൂടി വെച്ചിട്ടോ. ഇനി ഇപ്പോഴൊന്നും അയിമക്ക് നോക്കൂല കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ സ്കൂൾ തരാൻ നേരത്താണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് വന്നുങ്ങാണ്ട് ചായക്ക് കടി ഉണ്ടാക്കുന്നത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, ഇരുമ്പ് ചട്ടി ആയപ്പോൾ ഞാൻ തീ മൂട്ടിങ്ങാണ്ട് തന്നെ വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് മാവ് അതിക്ക് ലേശം ഓയിൽ അവിടെ പാർന്ന് വെച്ചു. പിന്നെ വേണ്ട, നമ്മളപ്പം കൂട്ടി വെച്ച മാവാണിത്. നല്ലോണം സോഫ്റ്റായി വന്നിക്കണം കേട്ടോ. ഇനി പഴത്തിൽ മുക്കി പഴം പിന്നെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഒരു പഴം കൊണ്ട് ഒരു 5-6 പീസാക്കി കണ്ടാണ് ഞാൻ എടുക്കണത്, പൊളിച്ച് കണ്ട് കേട്ടോ. 2 പീസാക്കി വെക്കുകയാണ്. പഴയ നടു മുറിച്ച് കണ്ട് അങ്ങനെയാണ്, അല്ലെങ്കിൽ കുറേ ഓയിൽ വേസ്റ്റ് ആക്കണ്ടേ വിചാരിച്ച് കണ്ടേ. അങ്ങനെ ഇതാ 2-3 വാരാക്കി കണ്ടാണ് കേട്ടോ ഒരു പഴം എടുക്കണത്. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും, ഇതുണ്ടാവും. അങ്ങനെ കണ്ടോ, നടുക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ. ആ മുറിച്ച് കണ്ട് നമ്മൾ മാവിൽ മുക്കിങ്ങാണ്ട് പൊരിക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. അത് രാവിലെ അവിടെ മാവ് കൂട്ടിയാണ്ട് എടുത്ത് വെച്ചുകൊണ്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കി തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ആക്കം പോലെയാണ്. പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങി നീച്ചിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അതിന് നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിക്കണ്. ഇനി നമ്മൾ ഓരോന്നെടുത്തുങ്ങാണ്ട് മുക്കിങ്ങാണ്ട് ചൂടായ എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇടുമ്പോൾ തന്നെ പൊള്ളി കെട്ട് വരും. ഉഷാറാണ് ഇങ്ങനെ മാവ് കൂട്ടിയാൽ കേട്ടോ. പിന്നെ ഇതിക്ക് ഈ മാവുക്ക് നല്ല ജീരകമല്ലേ, ചെറിയ ജീരകം, അത് ഞാൻ എൻ്റെ അടുത്ത് ഇല്ലേനി, എപ്പോൾ കഴിഞ്ഞിനി. ഞാൻ നാളെ റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ അതിക്ക് ഇട്ടപ്പം ഞാൻ പിന്നെ കൊണ്ടുവരാൻ മറന്നതാണ്. അപ്പം നല്ല ജീരകം ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ പഴംപൊരിക്ക്. ഇങ്ങനെ ഒക്കെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കൽ. എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പും ട്രിക്സും എല്ലാ പാചകത്തിലും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. ഞാൻ സാധാ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കണ്ടാണ്. അടിപൊളി, ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ ചെറിയ പൊടിക്കൈകൾ ഉൾപ്പെടുത്തിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അങ്ങനെ ഓരോന്ന് ചുട്ടെടുത്തു. ഓരോന്നല്ല 2 എണ്ണീച്ച് വെച്ച് കണ്ട് ചുട്ടെടുത്തു. കണ്ടില്ല നമ്മൾ പഴംപൊരി തിന്നാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പഴംപൊരിൻ്റെ ടേസ്റ്റാണ് എങ്കിലും കൂടിയിട്ട് നല്ല ജീരകമൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ കുട്ടികൾക്ക് ഹോർലിക്സും പിന്നെ പഴംപൊരിയൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി.